ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതിൻ്റെ രണ്ടാമത്തെ ഫുൾ വീഡിയോ ആണ്. ഞാൻ ലൈവൊക്കെ ഇടാൻ തുടങ്ങിയായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ ഇട്ട ലൈവൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു. ഒരു മടുപ്പ് തോന്നിയത് കൊണ്ട് ഇനി നല്ലൊരു ലൈവ് ഇടണം. എനിക്ക് ഇതിന് 30 വ്യൂസൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ സ്റ്റീലിയോട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. എനിക്ക് ഇന്നലത്തെ അഡ്മിൻ വ്യൂസ് കളിച്ചപ്പോൾ എനിക്കൊരു കിണ്ണം കാശ് പറയാനോട് കിട്ടി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ അതിന് മുമ്പ് ഞാൻ ഇച്ചിരി പബ്ലിക്കിലൊക്കെ പോയി കളിച്ചായിരുന്നു. പബ്ലിക്കിൽ പോയി കളിച്ചപ്പോൾ എനിക്ക് ഒരു കിറ്റിലും ബേസ് തന്നെ ക്യാഷ് ഓർ കാർഡൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ടാക്കോ അടിച്ചത് ക്യാഷ് ഓർ കാർഡ്, പിന്നെ ഗോൾഡ് ഉണ്ടായിരുന്നു, മണി പക്കി ഉണ്ടായിരുന്നു, സ്പിന്നി ഹാമി ഉണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി വൈകി പിന്നെ കയറിയത്. പിന്നെ നോക്കിയപ്പോൾ ഞാൻ അവൻ്റെ ക്ലോണിട്ട് കയറിയപ്പം കയറാൻ പറ്റിയില്ല എനിക്ക്. അപ്പോൾ ഞാൻ ബോഡി സ്വാപ്പ് ചെയ്തപ്പോൾ ഞാൻ എടുക്കാൻ പോയി. എന്നെ ഒരുത്തൻ എന്തോ മഡോസ് ഉപയോഗിച്ചു. അപ്പോൾ എങ്ങനെയൊക്കെയോ സ്പിന്നി ഹാമി കൈ പിടിച്ചപ്പോൾ അവൻ എന്നെ അടിച്ച്. അപ്പം തന്നെ ഞാൻ ലീവും ചെയ്ത്. ക്യാഷ് ഓർ കാർഡ് ഒരുത്തവന് കിട്ടിയായിരുന്നു. ഞാൻ പറയാനാ. പിന്നെ അഡ്മിൻ ഓഫീസ് ഞാൻ പിന്നെ എൻ്റെ പ്രൈവറ്റ് സർവറിൽ കയറി പിന്നെ കളിച്ചപ്പോൾ അഡ്മിൻ ഓഫീസിൻ്റെ ലാസ്റ്റത്തെ സ്നാപ്പ്, കെയിലസിൻ്റെ ലാസ്റ്റത്തെ സ്നാപ്പ് ആവുന്നതിന് മുമ്പേ എനിക്കൊരു കിട്ടിലും ബ്രെയിനോട്ട് കിട്ടിയായിരുന്നു. പിന്നെ അതൊക്കെ ഉള്ളു ഗൈസ്. പിന്നെ ട്രേഡ് ചെയ്യാൻ വേണ്ടി താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. യൂസർ നെയിം ഞാൻ ലൈവ് ഇടാറുണ്ട്. ഞാൻ കാണിച്ചത് എൻ്റെ യൂസർ നെയിം ഇതാണ്. എൻ്റെ യൂസർ നെയിം 2 പേരും ഉണ്ട്. ഡിസ്പ്ലേ നെയിമും ഉണ്ട്, യൂസർ നെയിമും ഉണ്ട്. പിന്നെ ഞാൻ റെയിൻബോ കാർപ്പറ്റ് ഞാൻ മേടിച്ചായിരുന്നു 150 റോബോസ് കൊടുത്ത്. കുറേ ദിവസമായില്ല. പിന്നെ എൻ്റെ ബ്രെയിനോട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബ്രെയിനോട്ട് ഗൈസ്. എനിക്ക് വെയിറ്റ് പയ്യേക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ദിസ്, സെക്കൻഡ് വൺ ഈസ് ദിസ്, തേർഡ് വൺ ഈസ് ദിസ്. ലുക്ക് അറ്റ് ദിസ് ബ്രോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇന്നത്തെ കെയിലസിൻ്റെ അഡ്മിനെ വിളിച്ചത്. അപ്പം കിട്ടിയ സാധനമാണ് ഗൈസ്. ഞാൻ ഇതുവരെയായിട്ട് ആ ഷോക്ക് മാറിയിട്ടില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്കിത് കിട്ടുമെന്ന്. തന്തങ്ങളിട്ട് ഈ ലാസ്റ്റത്തെ കെയിലസിൻ്റെ ലാസ്റ്റത്തെ സ്നാപ്പിന് മുമ്പ് കിട്ടിയതാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് കിട്ടുമെന്ന്. ഞാനാണെങ്കിൽ ഞെട്ടിയിരിക്കുക. കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്നലത്തെ അഡ്മിൻ അബ്യൂസിന് എനിക്കിതാണ് കിട്ടിയത്. പിന്നെ എനിക്ക് ഈ 165 മില്യൻ്റെ പിന്നെ ഫുട്ബോളുണ്ട്, 140 DJ പാണ്ഡെ ഉണ്ട്, 140 മില്യൺ. ഇത് ഞാനാണ് ഇത് ഇന്നലെ സ്പോണായപ്പോൾ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്താ വെച്ചാൽ ഒരു ട്രേറ്റ് അടിച്ചുള്ളൂ. ഒരു 2-3 ട്രേറ്റ് അടിക്കുവാണെങ്കിൽ ഒരു 300 മില്യൺ എന്തെങ്കിലും വരണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, കിട്ടിയത് തന്നെ വലിയ കാര്യം. ഒരു ട്രേറ്റ് അടിച്ച് 175 മില്യൺ. പിന്നെ ബനാനീത്തോ ലാവ 90 മില്യൺ. പിന്നെ സ്ലെയിലോ ക്ലോവേറോ, അതിൻ്റെ പേരൊന്നും പറയാൻ കൂടെ പറ്റുന്നില്ല. ഇത് ഞാൻ എന്നെ അറിയണ്ട. എന്നാ ഈ ഒരു സ്റ്റീക്കിൻ്റെ അഡ്മിൻ അബ്യൂസിൻ്റെ അന്ന് ഞാൻ 1 മണിക്കൂർ മുമ്പ് പബ്ലിക്കിലൂടെ കയറിയപ്പോൾ എനിക്ക് കിട്ടിയതാണ്. പിന്നെ ഗ്രാനി, ഇതൊക്കെ പൊട്ട സാധനങ്ങളൊക്കെ. ഒരു ലഗലാന കോമ്പിനേഷൻ ഉണ്ട്. എനിക്ക് കൊടുത്ത ഫ്രീ ആയിട്ട് തന്നാൽ ഇതൊക്കെ ഞാൻ ചുമ്മാ ട്രേഡ് ചെയ്ത് ഒരു പൊട്ട സാധനം കൊടുത്ത് ട്രേഡ് ചെയ്തൊക്കെ കിട്ടിയത്. ഗ്രാനി അങ്ങനെ തന്നെ കിട്ടിയ ഇത് ഇന്നലെയാണ് ഞാൻ പൊട്ടത്തിന് കാണിച്ചത്. എനിക്കെൻ്റെ ബാൻഡിറ്റ് പോയിൻറ്റ് കിട്ടിയായിരുന്നു. ടാക്ക ബ്ലോക്ക് ചെയ്ത് ലാവയല്ല ഇങ്ങാങ്. അപ്പം ഞാൻ ഒരുത്തന്നെ ട്രേഡ് റിക്വസ്റ്റ് ഇട്ടായിരുന്നു എൻ്റെ ഫ്രണ്ട് ലിസ്റ്റുള്ള ഒരുത്തൻ. അപ്പം തന്നെ ക്യാൻസൽ ചെയ്ത്. പിന്നെ രണ്ടാമത് പിന്നെ അവൻ റിക്വസ്റ്റ് ഇട്ട് പിന്നായിരുന്നു ഈ പുതിയ സാധനം ഇല്ല എന്നായിരുന്നു ലിമിറ്റ് കെയിലസ് സുവാറസ്. ആ സാധനത്തിന് ബാൻഡിറ്റ് ബുരിറ്റ് ബാൻഡിറ്റ് വേണമായിരുന്നു. പേര് മാറിപ്പോയി. ആ സാധനം വേണമായിരുന്നു. ആ സാധനത്തിന് നല്ല ഡിമാൻഡായിരുന്നു. എല്ലാവർക്കും അതിന് കിട്ടാൻ പാടായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ എനിക്ക് റിക്വസ്റ്റ് ഇട്ട് ചോദിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞ് തരാമെന്ന് ചോദിച്ചു. പക്ഷെ അവൻ തന്ന ഓഫർ ഇജാതി പൊട്ടത്തരം, ഇജാതി മണ്ടത്തരം ഈ ലോകത്ത് ആർക്കും ആയിട്ടതില്ല. ഞാൻ ആ ബുരിറ്റ് ബാൻഡിറ്റ് ചെറുതായിട്ടൊന്ന് ഫ്യൂസിലിട്ടായിരുന്നു. അയ്യോ, അവൻ പിന്നെ ഓഫർ ചെയ്ത് എന്നാന്നറിയോ, എൻ്റെ ബുരിറ്റ് ബാൻഡിറ്റിന് 30 മില്യല്ല. അവൻ എന്നെ ഓഫർ ചെയ്ത് വെച്ചാൽ 30 മില്യൻ്റെ ഒരു ഇസോക്സെക്കോല 247 മില്യൻ്റെ DJ പാണ്ട. ഇതാണ് അവൻ ഓഫർ ചെയ്തത്.
ഇത് കണ്ടോ, ആ സാധനം 2 സാധനം ഉണ്ടെങ്കിൽ ഈ 2 സ്ഥലത്ത് ഇരിക്കേണ്ടതായിരുന്നു. ഇസോക്സൊക്കെ വലിയ DJ പാണ്ടി സോസൈഡ്. കുഴപ്പമില്ല. പിന്നെ വെയിറ്റ് ചെയ്യാം, ആരെങ്കിലുമൊക്കെ ഉണ്ടോ? ആരും ഇല്ല. ഞാൻ പറഞ്ഞല്ലേ ആദ്യം കാണുന്നവൻ ആശുംകുട്ടി, ആ മലയാളിയാവൻ. ആദ്യം കാണുന്നുണ്ട് എൻ്റെ പ്രൊഫൈൽ എന്നതാ ഈ അനിമി ക്യാരക്ടർ എന്തോ. ഞാൻ അനിമിയൊന്നും കാണാറില്ല, അതുകൊണ്ട് കേട്ടിട്ട് എടുത്തൊന്നുമില്ല. അവൻ്റെ പേര് അശ്വിൻ കുട്ടി എന്നാണ്. അവനാണ് എനിക്ക് ഓഫർ തന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ യൂട്യൂബേഴ്സിനെ ട്രേഡ് ചെയ്യും ലൈവൊക്കെ ഇടുമ്പോൾ. പിന്നെ ഇത്രയൊക്കെ ഉള്ളു. പിന്നെ എനിക്ക് ഒരു സംഭവം ഇൻഡെക്സ് ചെയ്യാൻ വേണം. എനിക്ക് എച്ചൂര് മുസ്തൂര് ഇൻഡെക്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻഡെക്സ് ചെയ്യാൻ തരണേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ പിന്നെ എൻ്റെ സാധനങ്ങളെ വേണമെങ്കിൽ ഇൻഡെക്സ് ചെയ്യാൻ തരാം. പക്ഷേ അത് സ്കാം ആവാതിരുന്നാൽ മതിയായിരുന്നു. ആരും സ്കാം ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞാൽ എൻ്റെ വേണമെങ്കിൽ എൻ്റെ കണക്കണ്ടൊക്കെ ഞാൻ പിന്നെ ഇൻഡെക്സ് ചെയ്യാൻ തരാം. പക്ഷേ നിങ്ങൾ സ്കാം ആക്കല്ലേ. എനിക്ക് അവിടെ ഇച്ചിരി ബ്രെയിനോട്ടേ ഉള്ളൂ, 10 ഒരെണ്ണേ ഉള്ളൂ. അത് 5 ഒരെണ്ണോട്ട് നല്ലതായിട്ടുള്ള ഇച്ചിരി സ്കാം ആക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. പിന്നെ വലിയ ലോങ് വീഡിയോ ഒന്നുമല്ല, ചുമ്മാ ഇട്ടെന്നേ ഉള്ളു ഈ ബ്രെയിനോട്ടൊക്കെ കാണിക്കാൻ വേണ്ടി. ഈ അഡ്മിൻ അബ്യൂസിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടി വന്നാൽ, പിന്നെ എനിക്ക് റെയിൻബോ കാർപ്പറ്റ് കിട്ടിയ കാര്യം പറയാൻ വന്നാൽ, അത്രയൊക്കെയുള്ള ഗൈസ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ലീഡർ ബോർഡിൽ ഞാൻ എത്ര നോക്കട്ടെ, ഫ്രണ്ട്സിൻ്റെ ഒത്തിരി ഞാൻ 4ാം സ്ഥാനം. എനിക്ക് 12 ബില്യൺ പെർ സെക്കൻഡ് ആളാ. എനിക്കിത് തങ്കം കയറ്റം കിട്ടിയപ്പോൾ എനിക്കിത് 12 ബില്യണായി. പിന്നെ ഏറ്റവും ഇവരല്ല ഏറ്റവും ഫസ്റ്റ്. കാരണം വെച്ചാൽ വേറൊരുത്തനുണ്ട്, നോക്കട്ടെ അവനോട് നോക്കട്ടെ. അത് ഏറ്റവും താഴെ കാണും. വേർ ഇസ് മൈ ബോയ്, വേർ ഇസ് മൈ ബോയ്. അയ്യോ കാണിച്ചു ആണ്ടതാണ്ട 66 സ്ഥാനത്ത് നിൽക്കുന്നത് സൈ സ്പൈഡർ, ഇന്ത്യക്കാരനാണ്. അതാണ്ട് പിന്നെ 66 സ്ഥാനത്ത് നിൽക്കുന്നത്. അവന് 33 ബില്യൺ പെർ സെക്കൻഡ്. അവനിപ്പം സ്റ്റീൽ ചെയ്യാൻ വേണ്ടി, പബ്ലിക് സെർവർ സ്റ്റീൽ ചെയ്യാൻ വേണ്ടി അവൻ്റെ ബ്രെയിനോട്ടൊക്കെ സെക്കൻഡ് അക്കൗണ്ടിൽ കൊണ്ട് വെച്ചേക്കുന്നത്. അവൻ്റെ എബിലിറ്റി ഡോണൊക്കെ ഉണ്ടായിരുന്നു, എന്നെ കാണിച്ചായിരുന്നു അവൻ. അത്രയൊക്കെ ഉള്ളു. എൻ്റെ ചിക്കളറ്റ് ഞാൻ പറയട്ടെ, എൻ്റെ ഈ സാധനം കണ്ടോ, ലോസ് എന്നെ വായി വരത്തുമില്ല. ഈ സാധനം ഞാൻ വേണമെങ്കിൽ ഒരു ഗീവയ്ക്ക് വേണമെങ്കിൽ ഇടാം. ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട് ഗീവയായിട്ട്. എന്നെ ഗീവ എന്നാന്ന് വെച്ചാൽ, പക്ഷേ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഷോർട്ട് വീഡിയോ ഇടും. അവത്തിൽ ഒരു 50 ലൈക്ക് വേണം. 50 ലൈക്കും 10 കമൻറ്റും ഉണ്ടെങ്കിൽ ഞാൻ അത് എൻ്റെ 10 കമൻറ്റിൽ ഒരാളുടെ പേര് ഞാൻ പറയും. അല്ല, നിങ്ങളുടെ യൂസർ നെയിം കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ടും തരുമെന്നാണ് തന്നിരിക്കും. അതിൽ ഒരാളെ ഞാൻ തിരഞ്ഞെടുത്തിട്ട് തരും. ഇതാണ് ഞാൻ ഗിയോയ്ക്ക് വെച്ചേ. നല്ല സാധനം, സൈബർ 49 മില്യണൊക്കെയാണ്. നല്ല രസമാണ് കാണാൻ, നല്ല രസം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗായ്സ്. ശരി, ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ഞാൻ കുറേ ദിവസമായി ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ഗൈസ്. ബൈ.